ഇന്നത്തെ വീഡിയോ നമ്മൾ ഔട്ടിംഗ് പോകുന്നൊരു വീഡിയോ ആണ്. അതായത് ഒരു ഫോട്ടോഷൂട്ട് പോലെ ഇക്കാനെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അന്നത്തെ ദിവസത്തെ കുറച്ച് ആ ഫോട്ടോഷൂട്ടിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് മലമ്പുഴയ്ക്കാണ് പോകുന്നത്. മലമ്പുഴ കവ അതിൻ്റെ പുറകിലുള്ള കാട് പോലെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. കാരണം കൊറോണയൊക്കെ അല്ലേ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഫേസ് പാക്കാണ്. ഇതിൻ്റെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഫേസ് പാക്കിൻ്റെ വീഡിയോ നമ്മുടെ ബ്യൂട്ടി ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഇത് ഇന്ന് ഇക്കാക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പോയിട്ട് ബീഫ് പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹെയ്സൻകുട്ടന് ചോറ്, സാദാ ചോറ് വേണമല്ലോ, അതിന് വേണ്ടി വെള്ളച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെയാണ് കേട്ടോ ആ കണ്ടത്. ഇത്തിരി വലുതാണോ? ബെൽറ്റ് എന്തെങ്കിലും ഉണ്ടോ? വാവ്, സൂപ്പർ. അമ്മയ്ക്ക് മാച്ച്, ചുച്ചു അമ്മി മാച്ച്, ഇത് മാച്ചില്ല. സുന്ദരിയായിട്ടുണ്ടാ? പിടിക്കും, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ചുച്ചിനെ കാണിച്ചു, ചുച്ചിനെ കാണിക്കേ. ചുച്ചുക്ക് വൈറ്റ് സോക്സ് മറ്റേതെടുത്തല്ലേ നമ്മള്? പിങ്ക് എടുത്തു നോക്കട്ടെ. ഓ, എന്തൊരു ശുണ്ടരി മോളാണ്. സൂപ്പർ. ആടുന്നേ നോക്കിയാണ് നോക്ക്. ഇത് പക്ഷെ ലൂസാണല്ലോ. ഇവിടെ എന്തെങ്കിലും ചെയ്യണല്ലേ? അല്ല, അത് അങ്ങനെയാണ്. റോംബസ് ഇരിക്കുമ്പോ അങ്ങനെയാവും. സോക്സ് ഇട്ടല്ലേ? നമ്മളിന്ന് പുറത്ത് പോവാണ്. ആ, ചുച്ചു എവിടെ? ചുച്ചുക്ക് മാസ്ക് വേണം. ചുച്ചു എവിടെ? ഇന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പറഞ്ഞോ, ഇൻട്രോ പറഞ്ഞോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തിരി സൗണ്ട് ഒക്കെ ഉണ്ട് ബാക്കില്. അപ്പൊ ശരി, നമ്മള് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് പോവാം. അപ്പൊ ഇതാ ഇക്ക അവിടെ ഇരിക്കുന്നുണ്ട്. ഇക്കൊന്ന് ശരിക്കും മാസ്ക് ഇട്ടോണ്ട് ധൈര്യത്തിലിരിക്ക, മാസ്ക് ഇട്ടോണ്ട് ധൈര്യത്തിൽ ചിരിക്കാണ് കേട്ടോ. ഇന്ന് ശരിക്കും നമുക്ക് പോകാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചല്ലോ. എന്താ വെച്ചാൽ ഇന്നലെ കാറ് കേട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തോ പഞ്ചറൊക്കെ ഒട്ടിച്ച് കിട്ടി. സൺഡേ ആണ് കേട്ടോ. ഒന്ന് ഈ ഒരു വീഡിയോൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 4 ആളെ ഒരുക്കണം, ഇക്കാനെ റെഡിയാക്കണം. ഇക്കാണെങ്കിൽ ഭയങ്കര ഷൈ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലരെല്ലാവരും പറയും ഇക്കാനെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്ന പോലെയാണ്. അല്ല കേട്ടോ, ഇക്കാക്ക് ഇഷ്ടം തന്നെയാണ്, ഒരു മടിയുണ്ടെന്ന് മാത്രം. നിങ്ങളുടെ ഫേസ് കാണിക്കണം. ഇതാണ് നമ്മുടെ ഇക്ക. ഇത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണോ? ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ പോലെ എന്തെങ്കിലും സംസാരിക്കേ. എന്തെങ്കിലും സംസാരിക്കേ. സംസാരിക്കേ, എന്തെങ്കിലും സംസാരിക്കേ. എന്തെങ്കിലും സംസാരിക്കേ. അതിന് വേറെ ചുച്ചു സംസാരിക്കും. കട്ടാക്കാൻ ഞാൻ കട്ടാക്കൂല. ഞാൻ ഇതങ്ങനെ ഇടും. ഞാൻ കട്ടാക്കൂല കേട്ടോ. ഞാൻ ഇതങ്ങനെ ഇടും. ഇത് ഷൂട്ട് ചെയ്യാൻ പിന്നെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ആരും നമുക്ക് ഷൂട്ട് ചെയ്ത് തരാനൊന്നുമില്ല. അപ്പോൾ ട്രൈപ്പോഡ് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ പോയി ഇരിക്കും. എന്നിട്ട് ഇക്കാനോട് എന്നോട് എന്തെങ്കിലും സംസാരിക്കുക അങ്ങനെയൊക്കെ പറയും.
പിന്നെ 4 പേരെയും സെറ്റാക്കി ഒരു ഭാഗത്ത് നിർത്താന്ന് പറഞ്ഞാൽ നല്ല കഷ്ടമാണ് കേട്ടോ. ഹയാൻ കണ്ടില്ല, അങ്ങോട്ടേക്ക് എങ്ങോട്ടേക്കെങ്കിലും ഇങ്ങനെ ഓടാണ്. അടുത്ത് വന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അവനാണെങ്കിൽ കേൾക്കത്തുമില്ല. പിന്നെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല. കാരണം അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. പോലീസ് എല്ലാവരും തിരിച്ചു വിടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് തൊട്ട് മുമ്പ് കണ്ട ഒരു പാറപ്പുറത്ത് കയറി ഇരുന്നിട്ടാണ് ഇതൊക്കെ എടുത്തത്. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള കാറിലുള്ളവരൊക്കെ അവിടെ നിർത്തി. അപ്പോൾ അപ്പുറത്ത് നിന്ന് പോലീസ് വണ്ടി ഇവിടെ കൂടി നിൽക്കുന്നത് കണ്ടിട്ട് അവസാനം പോലീസ് വന്ന് നമ്മളെയും പിടിച്ചു. നമ്മുടെ വണ്ടീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫൈൻ വരും, അത് അടച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അവസാനം പോലീസിൻ്റെ അടുത്ത് ഞാൻ കുറേ പ്ലീസ് സോറി സാർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് സോപ്പ് ഇട്ടിട്ട് വേണം പറയാൻ. ആദ്യം ഇക്ക ചൂടാവുന്ന പോലെ സംസാരിച്ചു. പക്ഷെ ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കണ്ടില്ല അവിടെ പോലീസ് നിൽക്കുന്ന. അവസാനം അങ്ങനെയൊക്കെ ഓക്കെ ശരി പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് കണ്ടൊരു വഴിയാണ് ഇത്. ഇങ്ങനെ കുറേ ചെടിയും ഇതൊക്കെ കണ്ട് സ്റ്റെപ്പും കൂടെ കണ്ടപ്പോൾ ഞാൻ ശരി ഇവിടെ നിന്ന് ഒരു ഷോട്ടും കൂടി എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ട, കള്ളു കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവസാനം എങ്ങനെയൊക്കെ വെറുതെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെ എടുത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വലിയൊരു ആൽമരം കണ്ടു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കുറേ വള്ളിയൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഇല്ല അവിടെ പാമ്പുണ്ടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് റോഡിൽ ട്രൈപോഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ആ ഒരു ഷോട്ട് കിട്ടിയത്. ഞാൻ അതിൽ കുറേ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് അതിലിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇക്ക ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് പേടിക്കുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇക്ക ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വള്ളി അങ്ങനെ ഇക്കാൻ്റെ ഷർട്ടിലായിട്ട് അങ്ങനെ കറയായിട്ടുണ്ടായിരുന്നു. ഞാനത് പറയുമ്പോഴേക്കും ഇക്ക വിചാരിച്ച് ഇക്കാൻ്റെ മേത്ത് എന്തോ പാമ്പെന്തോ കയറിയെന്ന് പറഞ്ഞിട്ട് ഇക്ക ആകെ പേടിച്ച് പെട്ടെന്ന് ഇങ്ങനെ അത് തട്ടിക്കളയുമ്പോൾ ഇതാണ് കേട്ടോ സീന്. പേടിച്ച് മാറുന്ന കണ്ടില്ലേ. പിന്നെ അവിടുന്ന് വേഗം ഞങ്ങൾ പിന്നെ പോന്നു. പെട്ടെന്ന് പോലീസെറ്റം വന്നാലോ വീണ്ടും തിരിച്ച് പറഞ്ഞയച്ചിട്ട് വീണ്ടും അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണോ വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഭാഗത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും ഒരു പേടിയുണ്ട്. പിന്നെ നമ്മൾ മാസ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് മാസ്കുകൾ മാറ്റുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കാറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഒരു ഷോട്ട് എടുക്കാൻ നോക്കിയതാണ്. അപ്പോഴേക്കും ആംബുലൻസ് വരുന്ന കണ്ടിട്ട് പോലീസ് വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് ആകെ ഞാൻ പേടിച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അവസാനം രാത്രി വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. അത് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അങ്ങനെ തിരിച്ചു പോകാം. മൊത്തത്തിൽ നമ്മുടെ ഇന്നത്തെ ട്രിപ്പൊക്കെ കൊളായിട്ടുണ്ട്. ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. സോ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടന്നില്ല. അയ്യോ പുഴ കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ തിരിച്ച് വരുന്ന വഴിയിൽ കാണുന്ന ഭാഗത്ത് കാറ് നിർത്തിയിട്ട് നമ്മൾ ഓരോ സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. 1-2 സീനാണ് റെനക്കുട്ടീനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചത്. ബാക്കിയൊക്കെ ഞാൻ ഈ ട്രൈപോഡ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇക്ക ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കൊരു ഇതുമില്ലേ, മടിയില്ല ഇങ്ങനെ എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഫഷൻ ഇതായിക്കഴിഞ്ഞു, അപ്പോൾ പിന്നെ മടി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കല്യാണ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ആഗ്രഹം ഇതിലൂടെ ഞാൻ തീർക്കായിരുന്നു എന്ന് വേണം പറയാൻ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി തന്നെയാണ്. നമ്മുടെ ആഗ്രഹം ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം നടക്കും എന്നുള്ളതിന് തെളിവാണ് കേട്ടോ. 14 വർഷത്തിന് ശേഷം എനിക്ക് എൻ്റെ ആഗ്രഹം അത് നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ അത് നടത്തിയിട്ടുണ്ട്. അത് മിക്കയുടെ ഹെൽപ്പോടും. അപ്പോൾ എല്ലാവരും ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശമൊന്നും നടന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇനിയിപ്പോൾ എന്താ അവസ്ഥ, എങ്ങോട്ട് പോകണം യാതൊരു ഐഡിയ ഇല്ല. ഇനി വേറൊരു സ്ഥലമുണ്ട്, ഇനി അവിടെ പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇനിയിപ്പോൾ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആണോ എന്നുള്ളത് നോ ഐഡിയ. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോകാനുള്ള ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്കും ഇരുട്ടാവുമെന്നൊന്നും അറിയില്ല, നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖത്തിൽ ചിന്താവിശിഷ്ടയായ ശ്യാമളിനെ പോലെ ഇരിക്കുകയാണെന്ന് വേണം പറയാൻ.
പക്ഷേ എന്നാലും കിട്ടിയത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ഫോൺ വന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഫോണ് ടപ്പേന്ന് താഴെ വീണു. വീണ്ടും എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കാറിലിരുന്ന് ഇങ്ങനെ പോകുന്ന ആ ഒരു സീന് കിട്ടാനും വേണ്ടിയിട്ട് മൊബൈൽ മേലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ നോക്കിയതാട്ടോ. അപ്പോൾ അതിൻ്റെ സീനൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേറെ ഭാഗത്ത് പോകണമെന്ന് വിചാരിച്ചത് നടന്നില്ല. അവസാനം വരുന്ന വഴിക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കാറിൽ തന്നെ ഇരിപ്പാണ് പാക്ക് ചെയ്തിട്ട്. അപ്പോൾ മോൻ്റെയും മോളുടെയും ഫുഡ് മാത്രം പുറത്തേക്ക് എടുത്തു. അവർക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വഴിയിൽ നിർത്തിയിട്ട് ലണ്ടൻ ബേക്സ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മോനും കൂടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ. ഹയാന് കേക്ക് തിന്നണ ഭംഗിയാണ് കേട്ടത്. ചോറ് കഴിക്കുന്ന പോലെ അവൻ കേക്ക് തിന്നുന്നുണ്ടായിരുന്നത്. അവൻ്റെ പുതിയ ഡ്രസ്സാണത്. പിന്നെ എല്ലാവർക്കും നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹയാന് ഡ്രസ്സ് എടുത്തില്ലേ എന്ന്. എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. എൻ്റെ ഉപ്പയാണ് അവൻ എടുത്തു കൊടുത്തത് കേട്ടോ. പിന്നെ അവസാനം ഞാനും ഇക്കയും കൂടി ഇങ്ങനെ ഇരുന്ന് കോഫി കുടിക്കുന്ന പോലെ ഒരു സീന് കിട്ടാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണിത്. പക്ഷെ ഇക്കാക്ക് ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടി. അത് റെനക്കുട്ടീൻ്റെ ട്രൈപോഡ് കൊടുത്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ആഗ്രഹിച്ച പോലെ ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ എൻ്റെ ഉമ്മാനെ എൻ്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇക്കാടെ താത്താൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങളുടെ താത്താൻ്റെ വീട്ടിലേക്കാണ് പോയത്. കുറേ ദിവസം കൊറോണ ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ പോയി കുറച്ച് നേരം താത്താനൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഇക്കാടെ വീട്ടിലോട്ടും പോയി അവരെയും കണ്ടിട്ട് അവസാനം രാത്രി ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് 9 മണിക്ക് എന്തോ ആണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഹെയ്സൻ ഫുള്ള് കരച്ചിലായിരുന്നു. അവിടെ എല്ലാവരുടെ ഫേസ് നോക്കും കരയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ജനിച്ചത് തൊട്ടിട്ട് പുറത്തേക്ക് അങ്ങനെ പോയിട്ടേ ഇല്ല. 1-2 പ്രാവശ്യം മാത്രം എന്തോ പുറത്തേക്ക് പോയിട്ടുള്ളൂ. ഇപ്പോൾ പുറം ലോകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവനെന്തോ അത്ഭുത ജീവികളെ കണ്ട പോലെ ഇങ്ങനെ മൗഗ്ലീനെ പോലെ ഇങ്ങനെ നോക്കുന്നത് കാണായിരുന്നു. സോ എല്ലാവരെയും വന്ന് കണ്ട് ഭയങ്കര ഹാപ്പിയായി. കാരണം കുറേ ആയിട്ട് ആരെയും കാണാതെയൊക്കെ ഇരിക്കുകയായിരുന്നില്ല. നമ്മളും പുറത്ത് പോവില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കൊറോണ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഒന്ന് ഇറങ്ങിയത്. പക്ഷേ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവസാനം നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചെത്തി കേട്ടോ. അത് കഴിഞ്ഞത് ഉമ്മാനെ ഉപ്പ കൊണ്ടുപോയി വീട്ടിലോട്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാറിൽ കൊണ്ടുവരുന്ന ഫുഡൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ ഇവിടെ വന്നിട്ട് ഹാളിൽ താഴെ തന്നെ ഷീറ്റൊക്കെ വിരിച്ച് ഒന്നിച്ച് ഫുഡൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. ഇപ്പോൾ കുറേ ആയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം മിക്ക വരുന്ന ഒരു സമയത്തായിരിക്കും. പിന്നെ കുട്ടികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണ് ഒരു ബർക്കത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ അന്നത്തെ നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങും ഭക്ഷണം കഴിക്കലും ഒക്കെ അങ്ങനെ കഴിഞ്ഞു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ഈ ഫാമിലി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവർക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ വീഡിയോസും നമ്മുടെ ഹെൽത്ത് ടിപ്സും സുജോക്ക് അക്യുപങ്ചർ പോലെയുള്ള വീഡിയോസും മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.